മക്കളെ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും ഹായ്. ഞങ്ങളിതാ ഒരു സ്ഥലം വരെ പോവാണ്. എൻ്റെ ഉമ്മ പറഞ്ഞു ഉമ്മാക്ക് കണിയാപുരത്ത് പോകണമെന്നുള്ളത്. കണിയാപുരം അബ്ദുൾ റസാഖ് ഒരു പിച്ചിയുടെ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് ആദ്യത്തെ ഓട്ടവും അങ്ങോട്ട് തന്നെയാണ്. ഓട്ടോ ആയിട്ട് കണക്കാക്കുന്നില്ല. ഓട്ടോ ഒന്ന് നമുക്ക് ആ പള്ളിയിൽ എത്തിക്കണം. നമ്മൾ എന്ത് പരിപാടി വന്നാലും നമ്മളവിടെ കാണിക്കുന്നത് കൊണ്ട് നമ്മൾ ഇതാക്കണം. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ പോയി. ഇപ്പോൾ ഉമ്മക്കായിരുന്നു ആ നിർബന്ധം, പോകണം എന്നുള്ളത്. ഉമ്മ അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. അപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് വന്നപ്പോൾ മുതൽ പറയുന്നുണ്ട് പപ്പിച്ചെടുത്ത് പോകണം, പപ്പിച്ചാട്ട പള്ളിയിൽ പോകണം. അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കരുതിക്കൂട്ട് നിന്നൊന്നുമല്ല. പെട്ടെന്നൊന്ന് അപ്പോൾ വണ്ടിയും എടുത്തു അപ്പോൾ വണ്ടിക്ക് പ്രത്യേകിച്ചുള്ളൊരു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വണ്ടി എടുത്തു, രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് പിറ്റേ ദിവസം ഞങ്ങൾ പ്ലാൻ ചെയ്താണ് പോകുന്നത്. അപ്പോൾ തിങ്കളാഴ്ച രാവാണ്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഞാൻ എല്ലാവരും ഉണ്ട്, എൻ്റെ ഉമ്മയുണ്ട്, ഇക്കാതെ പതിവ് പോലെ ഡ്രൈവിങ്ങിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിനുശേഷം അവളിത് വിച്ചുവിൻ്റെ ഇരിപ്പ് കേട്ടോ, ഷാളൊക്കെ ഇട്ടിട്ട് ഷാൾ വേണമെന്ന് നിർബന്ധം പിടിച്ചാൽ കേട്ടോ, എനിക്ക് ഷാൾ വേണം. അപ്പോൾ ഉമ്മയുടെ പറഞ്ഞാൽ ഷാളാണ്, അപ്പോൾ അത് കുറച്ച് ചെറുതാണ്. അപ്പോൾ അവളത് പിടിച്ചിട്ട് അത് പറഞ്ഞപ്പോൾ അവൾക്കിൻ്റെ മുഖത്തോട്ടായ ചിരിയാണ്. മബിലിത് ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഒരു അലമ്പുമില്ല, ഇങ്ങനെ നിന്നോ. കുറച്ചങ്ങോട്ട് ഓടിക്കഴിഞ്ഞപ്പോൾ അറിയാലോ, ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തത്രയും വലിയൊരു കാലാവസ്ഥയാണ്. മഴ പെയ്യാൻ തുടങ്ങി. അപ്പം നമ്മൾ ഷീറ്റൊന്നും നമ്മൾ ചെയ്തിട്ടില്ല നമ്മുടെ വണ്ടിക്ക്. ഞങ്ങൾ പെട്ടെന്നൊരു ഷീറ്റൊക്കെ മേടിച്ച് സൈഡൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട്, രണ്ടും മഴക്കോട്ടാട്ടോ അത് കീറിയിട്ടിരിക്കുന്നത്. ഞങ്ങളുടെ പാവങ്ങളുടെ ബെൻസല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയായിരുന്നു കേട്ടോ. ആ ഒരു വൈക്കം എത്തുന്നത് വരെ, ആ ബണ്ട് എത്തുന്നത് വരെ നല്ല പുളപ്പം മഴയായിരുന്നു. അങ്ങനെ മഴ കഴിഞ്ഞ് ഞങ്ങൾ ചെന്ന് നേരെ കയറുന്നത് തണ്ണീർമുക്കം ബണ്ടിലോട്ടായിരുന്നു. ആ പാലം അങ്ങ് കയറി ഇറങ്ങി രണ്ട് സൈഡും ഇങ്ങനെ മഴക്കാറിങ്ങനെ തിങ്ങി നിൽക്കുക. രണ്ട് ഭാഗത്തും നേരിട്ട് ചാറ്റലുണ്ട്. അപ്പോൾ ആ കായലൊക്കെ കാണാൻ എന്താ രസമെന്നറിയോ. ഞങ്ങൾ ഓട്ടോയിലായതുകൊണ്ട്, കാറിലാണെങ്കിൽ കുറച്ച് ഭാഗം മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ. ഓട്ടോയിലാകുമ്പോഴത്തേക്കും ഫുൾ വ്യൂ ആണ്, ഫ്രണ്ടിൽ നിന്നും സൈഡിൽ നിന്നും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. അപ്പോൾ ഒരുപാട് വണ്ടിക്കാരവിടെ നിർത്തി വെള്ളം കുടിക്കുന്നവരുണ്ട്, ചായ കുടിക്കുന്നവരുണ്ട്, കരിക്ക് കഴിക്കുന്നവർ, ഐസ്ക്രീം കഴിക്കുന്നവരുണ്ട്. അങ്ങനെ നിൽക്കും. അപ്പോൾ നിർത്തണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട, എന്തിനാണ് നിർത്തുന്നത്, നമുക്കങ്ങ് വിട്ടു. അപ്പോൾ ഇച്ച പറയാം നിർത്താമായിരുന്നു. അപ്പോൾ ഉമ്മ അത് കേട്ട് ചിരിച്ച്. അപ്പം തിരിച്ചു നിന്നിട്ട് പറയാം ഉമ്മ നിർത്താൻ പറയുമ്പോൾ ഉമ്മ നിർത്തി. നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ലേറ്റായി പോകും. അപ്പം കുറച്ചങ്ങോട്ട് ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വണ്ടിക്കകത്ത് നിറച്ച് കപ്പ വറുത്തത്, കപ്പ ചുരണ്ടിയിട്ട് ഇതിട്ട് ചില്ലും കൂട്ടിനകത്തോട്ട് ഇടുന്നു. അപ്പം അത് ഞങ്ങൾ ഒരു 100 രൂപയ്ക്ക് മേടിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. വണ്ടിക്കകത്ത് ഞാനപ്പോൾ പുറകെ നിൽക്കാതെ വായിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ, അല്ലാതെ നിൽക്കാൻ കഴിക്കാൻ പറ്റില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഇരുട്ടി 7 മണിയൊക്കെ അടുക്കാറായപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് നിർത്തി ചായ കുടിക്കാമെന്നും പറഞ്ഞ് നിർത്തി. പള്ളി എത്തുന്നതിന് ഒരര കിലോമീറ്റർ മുമ്പായിരുന്നു വണ്ടി ഒതുക്കിയിട്ട് ഞങ്ങളെല്ലാവരും ചായ കുടിച്ചു. ചായ അവരൊക്കെ ഞാൻ മുട്ട ബജിയാണ് കഴിച്ചത്. എൻ്റെ മക്കൾക്കും മുട്ട ബജിയാണ് ഇഷ്ടം. മുട്ട ബജിയുടെ അല്ല ഇഷ്ടം, ബജി മാറ്റിയിട്ട് മുട്ടയാണ് ഇഷ്ടം. അപ്പം അത് പൊളിച്ചു കൊടുക്കാത്തതിൻ്റെ മുഖമാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങൾ കണ്ടോ, ആ ഒരു ഫേസ് അങ്ങോട്ട് മാറും. ആ ബജിയുടെ ആ തൊലിയും പൊളിച്ചിട്ട് മുട്ട കൊടുക്കണമെന്നാണ് കണ്ട മുഖതിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു ഇതാണ് എൻ്റെ 2 പേർക്കും. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ അവർ ഇതൊക്കെയാണ് എടുത്തത്. അങ്ങനെ പള്ളി എത്താറായി. ഈ വരുന്ന വഴി തന്നെ ഈ ഒരു നേർച്ചക്കുറ്റി കാണുമ്പോൾ തന്നെ ഒരു വൈബാണ്, ഒരു പ്രത്യേക ഒരു ആശ്വാസമാണ്. ഞങ്ങളിങ്ങനെ വണ്ടി ഓടിച്ചങ്ങ് ചെന്ന് കയറുമ്പം ഞങ്ങൾ കേൾക്കുന്നത് ദുആ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കാര്യം തിങ്കളാഴ്ച രാവായിരുന്നു. അവിടെ ഉസ്താക്കന്മാരൊക്കെ ഇരുന്ന് സ്വലാത്തൊക്കെ ചൊല്ലുന്ന സമയമായിരുന്നു. ഞങ്ങൾക്കതറിയില്ലായിരുന്നു. ഞങ്ങൾ വന്ന് കയറി വണ്ടി പാർക്ക് ചെയ്തിട്ട് ഉമ്മയും എല്ലാം പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് പോയി. ഞാനും ഇക്കയുടെ ക്യാമറ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇക്ക ഒന്ന് ക്യാമറ പിടിച്ചേക്കണേന്ന് പറഞ്ഞിട്ട് ഇക്ക പിടിച്ചെന്ന വിഷ്വൽസാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഞങ്ങളങ്ങനെ പള്ളിയിൽ വന്നു കഴിഞ്ഞപ്പോഴും ഞങ്ങൾക്ക് വലിയ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടിയത്. സലാത്തും ദിക്കറും എല്ലാം കഴിഞ്ഞിട്ടൊരു ദുആയും ഒപ്പം ചീരണി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പത്തെ ചീരണിയൊക്കെ കൊടുക്കുന്നതിന് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളവിടെ ചെല്ലുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരു മനസ്സിനൊരു ആശ്വാസമായിരുന്നു. മോനെ ഞാൻ ഇക്കാടെ കൊടുത്തു, മോളെയും കൊണ്ടാണ് ഞാൻ പുറയിലേക്ക് പോയത്. അവിടെ ഉമ്മിച്ചാട്ട ഖബറുണ്ട്, അവിടെ പോയി സിയാറത്ത് ചെയ്തു, യാസീൻ ഓതി. അങ്ങനെ കുറേ നേരം ഞങ്ങൾ പോയപ്പോൾ ചിരിഞ്ഞ് മേടിച്ചുകൊണ്ടാണ് പോയത്. അപ്പം അതൊക്കെ അവിടെ കൊടുത്തു. അവിടെ കയറി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ മാത്രമല്ല ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ അകത്തത്തെ വിഷ്വൽസ്. ഇത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ നിൽക്കാനെ കൊണ്ട് എടുപ്പിച്ചതാണ്. ഇതാണ് നമ്മുടെ കണിയാപുരം ബാപ്പിച്ചി അന്തി ഉറങ്ങുന്ന സ്ഥലമാണ്. ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ്. അതെല്ലാം കഴിഞ്ഞ്
സലാത്തെല്ലാം കഴിഞ്ഞ് ചിറ്റണി കുടിച്ചു, പായസമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പം ഞങ്ങളറിയുന്ന കുറച്ച് പേര് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഞങ്ങളോട് വിശേഷം തിരക്കുന്ന കാര്യമാണ് കാണുന്നത്. ഒരു പുള്ളി വന്നിട്ട് വിശേഷം തിരക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെയൊക്കെ അറിയാവും. നമ്മുടെ അടുത്തുനിന്നുള്ളവരൊക്കെ നമ്മളെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണല്ലോ. അങ്ങനെ നമ്മളിറങ്ങി സലാം പറഞ്ഞു, ഇനി ഒരിക്കൽ വരാം എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. കാര്യം നേരത്തെ എത്തണം, മഴയുണ്ട്, നാളെ കുഞ്ഞിന് സ്കൂളിൽ പോകാനുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങാനുള്ള തീരുമാനത്തിൽ ഞങ്ങൾ നേരത്തെ ഇറങ്ങി. എല്ലാ 8 മണിക്ക് മുമ്പായിട്ട് ഞങ്ങൾ ഇറങ്ങി. അവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനൊന്നും നിൽക്കാൻ നേരമില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങി ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ച് വീട്ടിലേക്ക്. അടുത്ത മഴ അപ്പോൾ ഇത് കഴിഞ്ഞപ്പം മുതൽ, ഇറങ്ങിയപ്പം മുതലൊരു മഴ പെയ്തിട്ട് നമ്മൾ എത്തുന്നത് വരെ ഉണ്ടായിരുന്നു. അപ്പം മറ്റൊരു വീഡിയോയിലിട്ട് കാണാം.